ക്യാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ബ്രോഷർ ഡിസൈനിങ് ആണ് കേട്ടോ. ക്യാൻവയിൽ ഏറ്റവും ടോപ്പിൽ ഈ വാട്ട് ഇസ് ന്യൂ എന്നുള്ളിടത്ത് നമുക്ക് അന്നാമത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ദിവസത്തിലെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പോസ്റ്റർ ആയിരിക്കും ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഉണ്ടാവുക കേട്ടോ. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ബ്രോഷർ ഡിസൈനിങ് ആണ്. അതിനായിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്ത് ക്യാൻവയിൽ ഈ സെർച്ച് ടെംപ്ലേറ്റ്സ് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം എന്ത് പോസ്റ്ററാണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. ഞാനിവിടെ മെഡിക്കൽ ബ്രോഷർ എന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ബ്രോഷർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ ടെക്സ്റ്റ്, ഫോട്ടോ, കളർ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ബ്രോഷർ വേണ്ടതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു ബിസിനസ്സിൻ്റെ എൻക്വയറി വന്നതിൽ ആ ഒരു ബ്രോഷറാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ ബ്രോഷറാണ്. ഓക്കെ, ഈ ബ്രോഷർ കാർഡ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ബ്രോഷർ ഡിസൈനിങ് എന്നുള്ളത് ഗ്രാഫിക് ഡിസൈനിൽ. ഇനി ഓൺലൈൻ കോഴ്സിൻ്റെ ബ്രോഷർ ഇട്ടത്. അതുപോലെ ഫുഡ് മെനു, ഇപ്പോൾ അതൊക്കെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. ഏകദേശം എല്ലാ വർക്കും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത് ഒരു ഓൺലൈൻ കോഴ്സാണ്. ജസ്റ്റ് ബ്രോഷർ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ബ്രോഷർ എന്ന് മാത്രം സെർച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ബ്രോഷർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ബ്രോഷർ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ഒരു ബ്രോഷർ ഇതൊരു ട്രാവൽ ബ്രോഷറാണ്. ട്രാവൽ ഏജൻസിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രോഷറാണ് കേട്ടോ. ഏത് ബ്രോഷറായാലും കുഴപ്പമില്ല, നമുക്കത് മൊത്തം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ബ്രോഷർ ഒരു ഗ്രാഫിക് ഡിസൈനിൻ്റെ കോഴ്സ് ആക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് അബൌട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫിക് ഡിസൈനിൻ്റെ അബൌട്ട് എഴുതണം. അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മെറ്റൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. മെറ്റ് ഓപ്പൺ ചെയ്യാം. മെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കമാൻഡ് കൊടുക്കാം. റൈറ്റ് എ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഒരുപാട് ലോങ് ആയി പോയിട്ടുണ്ട്. ഈ 3 ലൈനിൽ നമുക്കാക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, 3 ലൈനിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കോപ്പി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന ഓപ്ഷൻ വരും. ഓക്കെ, പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ട്രാവൽ ബ്രോഷറാണ്. നമ്മളിത് ഒരു ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ ബ്രോഷറാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ അങ്ങ് അടിച്ചെടുത്താൽ മതി. നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം കാണുന്ന രൂപത്തിലായിരിക്കണം. അതായത് സ്പേസ് ഒക്കെ ഇടുക കേട്ടോ. സ്പേസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മെയിൽ ഐ ഡിയും മറ്റൊക്കെ അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ മാറ്റേണ്ടത് ഫോട്ടോസാണ് മെയിനായിട്ട്. ഈ ഒരു ഗ്രാഫിക് ഡിസൈനൊക്കെ മാറ്റണം കേട്ടോ. ഈ ഫ്ലൈറ്റിൻ്റെ ഞാൻ ഡിലീറ്റ് എടുക്കുന്നു. ശേഷം ഇവിടെ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഫോട്ടോസ് എന്ന് കണ്ടില്ലേ, ആ ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. നമുക്ക് എന്ത് ഫോട്ടോ വേണ്ടെന്ന് സെർച്ച് ചെയ്താൽ മതി. ഗ്രാഫിക് ഡിസൈനർ
ഓക്കെ, ഇവിടെ ഏതൊക്കെ ഫോട്ടോസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് എന്നിട്ട് ആ ഒരു ഫോട്ടോൻ്റെ അതിൽ വെക്കുന്നു. ഇനി അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ ഇവിടെ വെക്കുന്നു കേട്ടോ. സാമ്പിൾ കാണിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇതിലേക്ക് വെച്ചെടുത്താൽ മതി കേട്ടോ, അതിൽ നേരെ കയറി പോയിക്കോളും. ഇവിടെ അത്യാവശ്യം വലിയൊരു പോസ്റ്റർ ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിതിൽ ടെസ്റ്റ് മോഡൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കണം. അതിനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോംപ്റ്റ് കൊടുക്കണം. ഞാൻ പിന്നെ വാട്സപ്പ് ഓപ്പൺ ആക്കുന്നു. വാട്സപ്പിൽ മെറ്റ എന്നുള്ള ഓപ്പൺ ചെയ്യാം കേട്ടോ. മെറ്റ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് റൈറ്റ് ടെസ്റ്റിമോണൽ ഫോർ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് കോപ്പി ചെയ്യാം. ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെയും ക്യാൻവ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒറിജിനൽ ആക്കുന്ന ചെയ്യാം കേട്ടോ. ഒറിജിനൽ ആക്കുക. അതിനായിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചേർക്കാനുള്ള ഫോട്ടോ കൂടെ കൊടുക്കാം കേട്ടോ. ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ താഴത്ത് കണ്ടില്ലേ ഫോണ്ട് സൈസ് എന്നുള്ള അതിൽ വരിക. എന്നിട്ട് ഫോണ്ട് സൈസ് ഒന്ന് കുറച്ചെടുത്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇവിടെ നമ്പർ വെച്ചെടുത്താൽ മതി. 8 ഓക്കെ അല്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഓക്കെയാണ്. അതേപോലെ തന്നെ താഴത്തും സെറ്റ് ചെയ്യാം. ഇനി ആളെ ഫോട്ടോയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗാലറിയിൽ അങ്ങനെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന കേട്ടോ. ഈ ഫോട്ടോ നേരെ ഇതിലേക്ക് അങ്ങ് വെച്ചെടുക്കാം, ഈ ഫ്രെയിമിലേക്ക് വെച്ചെടുക്കാം. ഓക്കെ, ആ ഒരു ഫോട്ടോ അത് ഫ്രെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി താഴത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ഫോട്ടോസ് ആഡ് ചെയ്യണം. ഡിലീറ്റ് കൊടുത്തു. എന്നിട്ട് ഉടനെ ബേസിക് കോഴ്സ് അല്ല അഡ്വാൻസ്ഡ് കോഴ്സ് അല്ലേ. അഡ്വാൻസ് കോഴ്സ് അങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വലിച്ചെടുത്താൽ മതി കേട്ടോ. സൂം ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വലത് സൈഡിൽ ഒരു വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ഭാഗം അന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി, റെഡി ആവും. ഇവിടെ ക്ലിക്ക് ചെയ്യാം, വലിച്ചെടുക്കാം കേട്ടോ. സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് ബൈസിക്കിൾ ലെസൺ നേരത്തെ ആഡ് ചെയ്തപോലെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗ്രാഫിക് ഡിസൈനിൻ്റെ അങ്ങനെയുള്ള സാധനം കിട്ടാൻ മതി. ഈ ഫോട്ടോസ് എന്നുള്ളതിലും ബാക്ക് ചെയ്യാം. എന്നിട്ട് സെർച്ച് എലമെൻറ്റ്സ് എന്നതിൽ പോവുക. അതിൽ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യാം. ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഗ്രാഫിക് ഡിസൈനർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഗ്രാഫിക് ഡിസൈനർ. എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനർ എടുത്താണ്ട് അവിടെ വെച്ചാൽ മതി.
ഓക്കെ. ഇനി ഒരു കളറ് നമുക്ക് എല്ലായിടത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു നമ്മൾ കൊണ്ടുവന്ന ഇതുണ്ടല്ലോ, ആ ഒരു ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴത്തുണ്ടാവും അപ്ലൈ കളർ ടു പേജ്, ക്ലിക്ക് ചെയ്യാം. ഉണ്ടല്ലേ, ആ ഒരു കളർ ഈ പേജിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അതിലൊന്ന് തന്നെ ഒന്നൊരു പ്ലസ് ചെയ്തിട്ട് ഒന്നും കൂടി അപ്ലൈ കളർ ടു പേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ കളർ ഇങ്ങനെ മാറുന്നതാണ്. അതായത് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഇമേജത്തെ കളറായിരിക്കും മൊത്തത്തിൽ അവിടെ അപ്ലൈ ആവുക. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ക്യാൻവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷൻ അതാണ്. ഇനി നമുക്ക് എലമെൻറ്റ് മാറ്റി നോക്കാം. ഏകദേശം ആ ഒരു ഡിസൈനിങ് തന്നെ ഏകദേശം ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒക്കെ ഇതിൽ വരുന്നത് കേട്ടോ. അപ്ലൈ കളർ ടു പേജ്, എന്നിട്ട് ഡിലീറ്റ് ചെയ്തു. കളർ അപ്ലൈ ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഫോട്ടോയും ഇതേപോലെ തന്നെ കൊണ്ടുവരാം കേട്ടോ. ശേഷം സേവ് ചെയ്യാനായിട്ട് ഈ വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു മുകളിൽ ഒരു എക്സ്പോർട്ട് ബട്ടൺ കാണാം. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ഡൗൺലോഡ് എന്നുള്ളത് പോയാൽ PNG എന്ന് കാണാം. PNG അല്ല വേണ്ടത്, ഇത് ബ്രോഷറാണ്. അതുകൊണ്ട് തന്നെ PDF സ്റ്റാൻഡേർഡിലേക്ക് വരിക, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. പ്രിൻ്റ് എടുക്കാനുള്ളതാണല്ലോ. ശേഷം ഒന്ന് പ്രിൻ്റ് എടുക്കുക, കാർഡ് രൂപത്തിൽ പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.